പാടില്ല. 10 മാസം ചുമന്ന് പെറ്റൊരു അമ്മയാണെങ്കിൽ ഒരിക്കലും അവിടെ കഴിയില്ല. മുഴുകുളം പാലത്തിന്റെ മേലെ തെളിവെടുപ്പിനായി എത്തിച്ച സന്ധ്യ പറഞ്ഞത് കേട്ടോ. കൂസലില്ലാത്ത ആ വാക്ക് ഇങ്ങനെയായിരുന്നു: അങ്ങോട്ടെറിഞ്ഞു തിരിഞ്ഞു നടന്നു എന്ന്. അമ്മ എന്നാൽ ഒരു അമ്പലമാണ്, ഒരു പൊന്നമ്പലം. അമ്മയെക്കാളും വലിയ പോരാളി ഭൂമിയിലില്ല. അമ്മയ്ക്ക് മക്കളോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയും കരുതലിനെയും കുറിച്ച് പറഞ്ഞു തീർക്കാൻ പോലും കഴിയില്ല. അപ്പോഴാണ് സന്ധ്യ ഇത്തരമൊരു കാര്യം ഒരു കൂസലുമില്ലാതെ പോലീസുകാരോട് പറഞ്ഞത്: അങ്ങോട്ടെറിഞ്ഞു തിരിഞ്ഞു നടന്നു എന്ന്. കൊച്ചച്ഛൻ കല്യാണിയെ നിരന്തരമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ധ്യക്ക് അറിയില്ല. അങ്ങനെയാണ് സന്ധ്യയുടെ വാക്കുകളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ കല്യാണിയോട് ചെയ്യാൻ കാരണം ഭർത്താവ് വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മാനസിക പ്രയാസം അനുഭവപ്പെട്ടു എന്നും തന്നെ പരിഗണിക്കാതെ കുട്ടികൾക്ക് കൂടുതൽ വാത്സല്യം നൽകിയതും ഈ അമ്മയെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നു. കൂട്ടുകുടുംബമായി ജീവിക്കുന്നത് മുതലെടുക്കുകയായിരുന്നു ഈ അച്ഛൻ്റെ സഹോദരൻ. തെളിവെടുപ്പിനായി കൊണ്ടുവന്ന സന്ധ്യ മുഖം മറച്ചിരുന്നു. ജനങ്ങളുടെ അഭിപ്രായം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുഖം മറയ്ക്കുന്നത് എന്നാണ്. കല്യാണിയുടെ മുഖം കാണിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഇവളുടെയും അവൻ്റെയും മുഖം ഇങ്ങനെ മറച്ചു വെക്കുന്നത് ഓരോ ചാനലും എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. കാണട്ടെ നാട്ടുകാർ ഇവരുടെ മുഖം. കല്യാണിയുടെ ജന്മനാടിനിത് ഇതുവരെ സഹിക്കാനായിട്ടില്ല. അത്തരത്തിലാണ് നാട്ടുകാരുടെ പ്രതികരണവും. അതല്ലെങ്കിലും ഇത്തരമൊരു ക്രൂര കൃത്യത്തിലേക്ക് കല്യാണി വലിച്ചേക്കപ്പെട്ടത് എങ്ങനെയാണ് സമൂഹത്തിന് മറക്കാനും പൊറുക്കാനും കഴിയുന്നത്? കല്യാണിയുടെ ലൈംഗിക അവയവത്തിൽ നിരന്തരം മുറിവുകളുണ്ടാകും. അങ്കലവാടിയിലെത്തിയാലും പുഞ്ചിരിച്ചുകൊണ്ട് കല്യാണി കൂട്ടുകാരുമൊത്ത് സന്തോഷവതിയായി കളിക്കുന്നതും നിരന്തരം ഇത്തരം സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടിക്ക് ഒരു ഭാവത്തിൽ നിന്ന് പോലും ഇത്തരമൊരു പ്രയാസമുള്ളത് ആർക്കും കണ്ടെത്താനാകാത്തതും ഇത്തരമൊരു കാര്യം ചെയ്യപ്പെടുന്ന നേരത്ത് കല്യാണി യഥാർത്ഥത്തിൽ ബോധവതിയായിരുന്നോ എന്നുള്ള കാര്യവും സംശയത്തിലാക്കുന്നു. അല്ലെങ്കിലും 1.5 വർഷം ഈ കുട്ടി ഈ കാര്യം ആരോടും പറയാത്തത് എന്തുകൊണ്ട്? അവയവങ്ങളിൽ മുറിപ്പാടുകളുണ്ടാകുന്നത് ആരും അറിയാത്തതും ഈ കൊച്ചച്ഛനാണ് ഈ കുട്ടിയെ നിരന്തരം കുളിപ്പിക്കുന്നതും പല്ല് തേൽപ്പിക്കുന്നതുമൊക്കെ. ഇനിയും ഒരിക്കലും നൽകല്ലേ കാലമേ ഇത്തരത്തിലുള്ള കഥകൾ. ഇത് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. ഈ വാർത്ത കേട്ട ഓരോ അമ്മമാരുടെയും ഇടനെഞ്ച് തന്നെയാണ് അത് തകർത്ത് കളഞ്ഞത്. ഒട്ടേറെ പേർക്ക് പറയാനുള്ളതും ഇതൊരു പെറ്റ വയറ് തന്നെയാണോ എന്ന്. സന്ധ്യയുടെ കാമുകൻ, സന്ധ്യ എന്തിനു വേണ്ടി ഇത് ചെയ്തു, കാമുകന് വേണ്ടിയോ എന്നുള്ള വാർത്തകളും വരുന്നത് പെട്ടെന്ന് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്തരത്തിൽ ഒട്ടേറെ അമ്മമാർ ചെയ്തതും കാമുകന്റെ കൂടെ ജീവിക്കുവാൻ വേണ്ടി കാലം തെളിയിക്കാത്ത സത്യങ്ങളൊന്നുമില്ല. തീർച്ചയായും ഇതിലെ ദുരൂഹത നീങ്ങി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. പബ്ലിക്കായിട്ട് കാണിക്കണ്ടേ? നിങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കണ്ടേ? വേറെ ആ കൊച്ചിന്റെ മുഖം കാണിച്ചില്ലേ? ആ മുഖം കാണിച്ചു, പക്ഷെ അവളുടെ മുഖം അവന്റെ മുഖം കാണിക്കാത്ത. ഇന്നലെ തുടങ്ങി ഞങ്ങൾ നിങ്ങളിപ്പോ ഏത് ചാനൽ ഇതിലായാലും ഏതിലായാലും നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വൈകാരികമായിട്ടുള്ള അവളുടെ മുഖം കാണിക്കാണ്ട് എന്തിനോട് കൊണ്ടുപോയത് ഞങ്ങൾക്ക് കാണണം. കാര്യം ഈ കുറുമശ്ശേരി പാർക്കടവും അടുത്തടുത്താണ്. ഇത് ഞങ്ങളെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന കുറുമശ്ശേരിയിലുള്ള വീട് ഇവിടെ അടുത്ത് അത് മുഖമൊക്കെ ഒന്ന് കാണിക്കാം, നാട്ടുകാരൊന്ന് കാണട്ടെ. 10 മാസം ചുമന്ന ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല.